നമസ്കാരം. അഫ്ഗാനിസ്ഥാനിലെ ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ നടത്തിയ ക്രൂരമായ വ്യോമാക്രമണങ്ങളെയും അതിലൂടെയുണ്ടായ വൻ ജനനാശത്തെയും അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ട സംഘർഷത്തെ അപലപിക്കുന്നതിനു പകരം പാകിസ്ഥാൻ ഭരണകൂടത്തെയും സൈന്യത്തെയും വാനോളം പുകഴ്ത്തുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പാകിസ്ഥാന് മികച്ച പ്രധാനമന്ത്രിയും മികച്ച ജനറലും ഉണ്ടെന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിന് പകരം പാകിസ്ഥാൻ സൈനിക നേതൃത്വവുമായി തനിക്ക് മികച്ച ബന്ധമാണുള്ളതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അഫ്ഗാൻ മണ്ണിൽ വീഴുന്ന ചോരയേക്കാൾ പാകിസ്ഥാനുമായുള്ള രാഷ്ട്രീയ അടുപ്പത്തിനാണ് താൻ മുൻതൂക്കം നൽകുന്നതെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി അംന ബലൂച്ചുമായി സംസാരിച്ച രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി അലിംസൺ എം ഹുക്കർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടപടികളെ സ്വയം പ്രതിരോധം എന്നാണ് വിശേഷിപ്പിച്ചത്. താലിബാൻ ആക്രമണങ്ങൾക്കെതിരെ ആയുധം ഉപയോഗിക്കാൻ പാകിസ്ഥാന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന അമേരിക്ക അഫ്ഗാൻ അതിർത്തികൾക്കുള്ളിൽ മരിച്ചു വീഴുന്ന നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവന് എന്ത് വിലയാണ് നൽകുന്നതെന്ന ചോദ്യം മനുഷ്യാവകാശ പ്രവർത്തകർ ഉയർത്തുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സങ്കീർണമായി തുടരുമ്പോൾ ഒരു ഭാഗത്തെ മാത്രം പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് മേഖലയിൽ കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമാധാന ചർച്ചകൾക്ക് പകരം പാകിസ്ഥാന്റെ സൈനിക നടപടികൾക്ക് അമേരിക്ക നൽകുന്ന ഈ ബ്ലാക്ക് ചെക്ക് ദക്ഷിണേന്ത്യയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയാണ് ശക്തമാകുന്നത്. പാകിസ്ഥാൻ വ്യോമസേന അഫ്ഗാനിസ്ഥാനിലെ ബാസ്റ്റ്, കുനാർ എന്നീ പ്രവിശ്യയിൽ നിന്ന് ശക്തമായ ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഭീകരവാദികളെ ലക്ഷ്യം വെക്കുന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും കൊല്ലപ്പെട്ട് വീഴുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാരാണെന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ ലംഘിച്ച് മറ്റൊരു രാജ്യം നടത്തുന്ന ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും സൈനിക മേധാവിയെയും പുകഴ്ത്തുന്നത് മേഖലയിലെ സമാധാനം ലക്ഷ്യം വെച്ചല്ല, മറിച്ച് അമേരിക്കയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പാകിസ്ഥാൻ സൈന്യവുമായി നല്ല ബന്ധം പുലർത്തുന്നതിലൂടെ മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരു ഏജന്റിനെ ലഭിക്കുന്നു. താലിബാൻ ഭരണകൂടത്തോടുള്ള കടുത്ത എതിർപ്പ് കാരണം പാകിസ്ഥാൻ നടത്തുന്ന ഏത് ആക്രമണത്തെയും സ്വയം പ്രതിരോധം എന്ന് വിശേഷിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. മറ്റു രാജ്യങ്ങൾ അതിർത്തി കടന്ന് ആക്രമണം നടത്തുമ്പോൾ അതിനെ അധിനിവേശം എന്ന് വിളിക്കുന്ന അമേരിക്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോംബ് വർഷിക്കുമ്പോൾ അതിനെ അവകാശം എന്നാണ് വിളിക്കുന്നത്. യുക്രൈനിലോ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോ ആക്രമണം നടക്കുമ്പോൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അഫ്ഗാൻ മണ്ണിൽ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോഴും മൗനം പാലിക്കുകയോ ആക്രമണകാരികൾക്കെതിരെ പ്രസംഗിക്കുകയോ ആണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.